ഹായ് ഹലോ വെൽക്കം ടു നേച്ചർ 360. ഞാനിന്ന് വന്നിട്ടുള്ളതൊരു നാച്ചുറൽ ഫേസ് വാഷ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് വെറും മൂന്ന് ഐറ്റംസ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഡൾനെസ് മാറാനും അതുപോലെ സ്കിൻ ഡാർക്കനിങ്, പിന്നെ സൺ ടാനിങ്, അതുപോലത്തെ പിമ്പിൾസ്, ആക്നെസ് ഇതെല്ലാം മാറാനായിട്ട് ഈ ഫേസ് വാഷ് യൂസ് ചെയ്താൽ നമുക്ക് പറ്റും. അപ്പോൾ ഈ ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് മുൾത്താണി മിട്ടി. ഇപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഫേസ് വാഷ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി നാച്ചുറലും അതുപോലെ വളരെ എഫക്റ്റീവുമായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഉരുളക്കിഴങ്ങ് തൊണ്ടോടെ കൂടി അരിഞ്ഞ് മിക്സിയിൽ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക, വെള്ളം ചേർക്കാതെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങിൽ ധാരാളം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഒരുപാടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഫ്രഷായിട്ട് നിർത്താനും അതുപോലെ മുഖക്കൊരു സൺ ടാൻ, പിഗ്മെൻറ്റേഷൻ ഇതൊന്നും വരാതെ സൂക്ഷിക്കും. ഇത് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കണം. ഇത് ഒറ്റ തവണ ഫിൽറ്റർ ചെയ്യരുത്. ഒരു തവണ ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെ ഈ വെള്ളം ഒരു പ്രാവശ്യം കൂടി രണ്ടാമത് ഫിൽറ്റർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് 2 പ്രാവശ്യം ഫിൽറ്റർ ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിനർ വെച്ച് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങോ നമുക്ക് മതിയാവും. ഇതൊരു 15 ദിവസത്തേക്ക് നമുക്ക് ഉള്ള ഒരു അളവിനാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അടുത്ത് ഇതുപോലെ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി ഇതുപോലെ തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ തോല് ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അതിലും വെള്ളം ചേർക്കണില്ല, വെള്ളം ചേർക്കാതെ ഫുള്ളായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. തക്കാളി നമ്മുടെ അതുപോലെ സ്കിന്നിന് സോഫ്റ്റ്നെസ് കിട്ടാനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും തക്കാളി സഹായിക്കും. അപ്പോൾ തക്കാളി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്, ഗ്രൈൻഡായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതും 2 തവണയായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കും സ്ട്രെയിനർ വെച്ചിട്ട്. ഇത് ആണുങ്ങൾക്കും അതുപോലെ സ്ത്രീകൾക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രാത്രിയിൽ കിടക്കാൻ നേരത്ത് നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഫംഗ്ഷൻ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കിത് ഇൻസ്റ്റൻ്റായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ്. 2 രീതിയിൽ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് ഞാൻ സ്റ്റെയിൻ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ സ്റ്റെയിൻ ചെയ്ത വെള്ളത്തിൽ നിന്ന് ഈ വെള്ളം മേളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം മാത്രമായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു കട്ടിക്ക് പാട പോലെ നമുക്കൊരു ലെയർ കിട്ടും. ആ ഒരു ലെയറാണ് നമ്മൾ ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം നമ്മൾ പിന്നീട് യൂസ് ചെയ്യില്ല. ആ ഒരു ഗ്ലാസിൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ലെയറാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഈ ഒരു സിറപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇത് നമ്മൾ എടുക്കില്ല, ബാക്കിയുള്ള വാട്ടർ നമ്മൾ എടുക്കില്ല. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുൾത്താണി മിട്ടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മുൾത്താണി മിട്ടി നമുക്ക് നോർമലി മെഡിക്കൽ ഷോപ്പുകളൊക്കെ കിട്ടുന്നതാണ്. അത് ഫൈൻ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. മുൾത്താണി മിട്ടി നല്ല രീതിയിൽ, ഞാൻ അളവൊന്നും പറയണില്ല, ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. ഇത്ര അളവെടുക്കണമെന്ന് നിർബന്ധമില്ല. മുൾത്താണി മിട്ടി ഇട്ടിട്ട് ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യണത്. ഇതിലിനി മുന്നോട്ട് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു വെള്ളം യൂസ് ചെയ്യണില്ല. ഇതിൽ ടൊമാറ്റോ സിറപ്പ് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. ഇത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഞാൻ ഓറഞ്ച് പീൽ പൗഡർ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഓറഞ്ചിൻ്റെ തൊണ്ട് ഉണക്കി പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് വേണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാനത് ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അതും ഇട്ടിട്ട് കുറച്ചും കൂടി ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാം. ഇപ്പോൾ ഫേസ് മാസ്ക് പോലെ നമുക്ക് വീക്ക്ലി വൺസ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഡെയിലി യൂസ് ചെയ്യാവുന്നതാണിത്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈവണായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ഈ ഒരു ഫേസ് വാഷിൽ നമുക്ക് കടകളിൽ കിട്ടുന്ന ഫേസ് വാഷ് പോലെ പത ഉണ്ടാകില്ല. അങ്ങനെ പത വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് സോപ്പ് നട്ട്സ് അതുപോലെ സോപ്പ് നട്ട്സ് പൗഡർ ചെയ്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സോപ്പ് നട്ട്സ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂട്ടി നമുക്ക് മുഖം കഴുകാൻ നേരത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ പത ഉണ്ടാവും. നമ്മളിൽ പലരും ധാരാളം കെമിക്കൽ ഫേസ് വാഷും അതുപോലെ ഫേസ് പാക്കും ഉപയോഗിക്കണവരായിരിക്കാം. അപ്പോൾ അതുമൂലം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്നതാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. വേറെ ഒരു മുതൽ മുടക്കമൊന്നുമില്ല. അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീം ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തിക്നെസ്സും കൺസിസ്റ്റൻസിയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കമത്തിയിട്ട് പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ഇത് ക്രീം നല്ല ഹാർഡ് ക്രീമായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഞാൻ എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, തുറന്നിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു കറക്റ്റ് ക്രീം പോലെ ആയിട്ടുണ്ട്, നല്ല ഹാർഡ് ക്രീമായിട്ടുണ്ട്. ഇത് നമ്മൾ കമത്തിയിട്ട് കണ്ടാൽ പുറത്ത് വരുന്നില്ല, നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ. ഇത് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് മുഖത്ത് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല, കയ്യിലും സ്കിന്നിൽ എവിടെയാണെങ്കിലും നമുക്ക് തേച്ച് കുളിക്കണ പോലെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അധികം ഉണ്ടാക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇതുപോലെ കയ്യിൽ തേച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ. ഫേസിലാണെങ്കിൽ നമുക്കിങ്ങനെ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാം നന്നായിട്ട്. നമുക്കിത് കഴുകി വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇത് എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉടനെ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇതിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 15 ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണ പോലെയാണെങ്കിൽ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കേടാവും. നമ്മൾ വേറെ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണ പോലെയാണെങ്കിൽ ഒരു മാക്സിമം 15 ഡേയ്സ് വരെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ബാച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ വേറെ നമുക്ക് മുതൽ മുടക്കൊന്നും തന്നെ വരാത്തത് കൊണ്ട് എളുപ്പമായിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ടും ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പോൾ ഇത് ലേഡീസിനും ജെൻസിനും അതുപോലെ കുട്ടികൾക്കും ഈക്വലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്ന് ഇതുപോലത്തെ നല്ല വീഡിയോസ് കാണാനായിട്ട് നേച്ചർ 360യുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.